മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ ഡിസ്മിസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ധർണ നടത്തി. കൊച്ചി കോർപ്പറേഷനിൽ കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ ഡിസ്മിസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട വൈറ്റില കോർപ്പറേഷൻ സോണൽ ഓഫീസിന് മുമ്പിൽ ആം ആദ്മി പാർട്ടി തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോസ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി ഷക്കീർ അലി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് ആം ആദ്മി പാർട്ടി തൃക്കാക്കര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധം എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത് നടന്ന ഒരു കൈക്കൂലി കേസ് ഈ മേഖലാ ഓഫീസിലെ ഒരു ബിൽഡിംഗ് ഓഫീസറെ അറസ്റ്റ് ചെയ്യുകയും അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ള നമ്മളെല്ലാവരും കാണുന്നതാണ്, ഇതേപോലെ കൈക്കൂലി വാങ്ങുന്നവരെ അറസ്റ്റ് ചെയ്താൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവർ സർവീസിൽ തിരിച്ചെടുക്കുകയോ സ്ഥലം മാറ്റി വേറെ സ്ഥലത്തേക്ക് നിയമിക്കുകയോ ചെയ്യുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കൈക്കൂലി വാങ്ങുന്ന സംവിധാനം പ്രോത്സാഹിക്കപ്പെടുന്നത്. അത് ഇല്ലായ്മ ചെയ്യണമെന്ന് ഇത്തരം കൈക്കൂലിക്കാരെ സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ ജയിലിലടക്കാനുള്ള സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ഈ നാട്ടിൽ കൈക്കൂലി ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഈ സ്വപ്ന എന്ന ഉദ്യോഗസ്ഥയ്ക്ക് 2 or 3 പ്രാവശ്യം വിജിലൻസിന്റെ കയ്യിൽ നിന്ന് തലനായിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കൈക്കൂലി കേസിൽ പിടിക്കപ്പെട്ട സ്വപ്ന എന്ന ഉദ്യോഗസ്ഥ ഒരു ചെറുമീൻ മാത്രമാണ്. കൈക്കൂലിയുടെ കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷനിലുള്ളത് വമ്പൻ സ്രാവുകളാണ്. അവർ എല്ലാവരും പിടിക്കപ്പെടണം. ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മോസസ് മോത്ത, സുജിത് സുകുമാരൻ, വിൻസെന്റ് ജോൺ, പീറ്റർ, ജെറാൾഡ്, റജി ജോൺ, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി തോമസ് പോൾ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.